SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആണ് ഇന്നത്തെ അതിഥി. ആർഷോ, സ്വാഗതം. നമസ്കാരം. ഗുഡ് ഈവനിങ്. നമസ്കാരം. ഞാൻ സ്മൃതി പരുത്തിക്കാട്, എന്നോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, സുജയ പാർവതിയുണ്ട്. ആദ്യം ഉണ്ണി ബാലകൃഷ്ണേതാണ് ചോദ്യം. സ്വാഗതം ശ്രീ PM ആർഷോ. നമ്മളിപ്പോൾ ഈ പ്രസ് കോൺഫറൻസിൽ കണ്ടുമുട്ടുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ മാസം 1-ാം തീയതി കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ SFI പ്രവർത്തകരുമായി ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നു. ആ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യം ഇപ്പോൾ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചർച്ച? അധ്യാപക വിദ്യാർത്ഥി സംഘർഷം. സ്വാഭാവികമായും പൊതുസമൂഹം ആരോടൊപ്പമാണ് നിൽക്കുക? അധ്യാപകനെ മർദ്ദിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് പറയുന്നൊരു സമൂഹത്തിലല്ല നമ്മൾ ആരും ജീവിച്ചിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ അധ്യാപകന് അനുകൂലമായൊരു നിലപാടാണ് പൊതുസമൂഹത്തിലുണ്ടാവുക. ഈ അവസരത്തിൽ SFIക്ക് SFIയുടേതായിട്ടുള്ളൊരു വെർഷൻ ഉണ്ടാകും. എന്തായാലും അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യം ആർഷോ ഒന്ന് വിശദീകരിക്കൂ. എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്? എന്താണ് SFIയുടെ ഈ കാര്യത്തിലുള്ള വിശദീകരണം? തീർച്ചയായും 1-ാം വർഷ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗുരുദേവ കോളേജിൽ മറ്റെല്ലാ ക്യാമ്പസിലും എന്നതുപോലെ തന്നെ SFIയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടന്നിരുന്നു. ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. ആ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എടുക്കുകയും ഒരു കാരണവശാലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം അനുവദിക്കില്ല എന്ന സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് SFIയുടെ ഏരിയ പ്രസിഡന്റ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസിലെത്തുന്നത്. അദ്ദേഹം ഈ അധ്യാപകനുമായി സംസാരിക്കുന്നു. അധ്യാപകനുമായി സംസാരിച്ച് പലതരത്തിൽ അധ്യാപകന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നു. ആ സംസാരത്തിന്റെ തുടർച്ചയിൽ ഈ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിനെ ഈ അധ്യാപകൻ മർദ്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെവിക്ക് ആണ് അടിക്കുന്നത്. ആ അടിയേറ്റ് അഭിനവിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥി നേതാവ് അവിടെ വീഴുന്നുണ്ട്. വീണ് മിനിറ്റുകൾക്ക് ശേഷമാണ് ആ വിദ്യാർത്ഥി നേതാവ് ഈ അധ്യാപകന് നേരെ പാഞ്ഞെടുക്കുന്ന വിഷ്വൽ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ആ അഭിനവ് നിലവിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കർണപടത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കേൾവിശക്തി, ഇടത് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റിന് ശേഷമേ സാധാരണഗതിയിലേക്ക് ആ ചെവിയുടെ കാതിൻ്റെ കേൾവി തിരിച്ച് ലഭ്യമാകൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ 1-ാം തീയതി നടന്ന വിഷയം. നേരത്തെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ. താങ്കളിപ്പോൾ പറഞ്ഞു ഒരു വിദ്യാർത്ഥി അങ്ങോട്ട് ചെല്ലുന്നു, അഭിനവ്. അദ്ദേഹത്തെ ആദ്യം പ്രിൻസിപ്പൾ മർദ്ദിക്കുന്നു. വലിയ മർദ്ദനമാണ് താങ്കളിപ്പോൾ വിശദീകരിച്ചനുസരിച്ചാണ് നടന്നിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ചെവി കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ മർദ്ദനമേൽക്കണമെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഒരു ഗുണ്ടയെ പോലെ അവിടെ നിന്ന് പെരുമാറണം. അങ്ങനെ സംഭവിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു ഗുണ്ടയെ പോലെ. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ 2 ദിവസമായി ഞങ്ങൾ ആവർത്തിച്ച് ആ കോളേജ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്തുത വിഷയം നടന്ന ഇടത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പുറത്തുവിടാൻ വേണ്ടി അവർ തയ്യാറാകണമെന്നുള്ളതാണ്. ഈ ഘട്ടം വരെ അതിന് തയ്യാറായിട്ടില്ല. ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് വലിയ തോതിലുള്ള പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു എക്സ് മിലിറ്ററി ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമായ നിലയിൽ മുൻപും ആ ക്യാമ്പസിൽ നിന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അവിടെ അധ്യാപകരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ഇദ്ദേഹത്തിൻ്റെ തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി മുൻകൂർ നോട്ടീസ് ഉൾപ്പെടെ നൽകാതെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ നിലവിലുണ്ട്. അധ്യാപകർക്ക് വേണ്ടി, ക്യാമ്പസിനകത്ത് പിരിച്ചുവിടപ്പെട്ട അധ്യാപകർക്ക് വേണ്ടി SFI സമരം നടത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒരിക്കലും അധ്യാപകർക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ അധ്യാപകരെ തിരിച്ച് ആക്രമിക്കണം എന്നുള്ളൊരു നിലപാടുള്ള സംഘടനയല്ല SFI. ആ ഘട്ടത്തിലുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അഭിനവിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചുണ്ടായിട്ടുള്ള റിയാക്ഷനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഗൗരവത്തിലുള്ള കാര്യം തന്നെയാണ് ആർഷോ. പക്ഷേ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളിൽ ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ, പ്രിൻസിപ്പലിന്റെ മുറിയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന് നേർക്ക് ഒരു പറ്റം വിദ്യാർത്ഥികൾ ഓടിയെടുക്കുന്നു. അതിനിടയ്ക്ക് കുറച്ച് വിദ്യാർത്ഥികളെ ഈ ഓടിയെടുക്കുന്നവരെ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുന്നുണ്ട്. അതിനിടയ്ക്ക് പ്രിൻസിപ്പലിന് മർദ്ദനമേൽക്കുന്നുമുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ഏത് സമയത്താണ് ഈ കർണപുടം പരിക്ക് പറ്റുന്ന രീതിയിലുള്ള അടി കിട്ടിയത് എന്ന് കൂടി താങ്കളൊന്ന് വിശദീകരിക്കാമോ? കാരണം പുറത്തേക്ക് വരുന്ന ദൃശ്യം അതായതുകൊണ്ടാണ്. പിന്നെ പുറത്തു വരുന്ന ദൃശ്യവും SFIയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. SFIയുടെ ഒരു നേതാവ് പുറത്ത് പ്രവേശിക്കുന്നു. ഈ പ്രിൻസിപ്പലിൻ്റെ 2 കാലും തല്ലി ഒടിക്കുമെന്ന് പറയുന്നതും പിന്നെ പ്രിൻസിപ്പലിൻ്റെ നെഞ്ചത്ത് തീകുട്ടി കത്തിക്കാൻ മടിക്കില്ല എന്നൊക്കെ പറയുന്ന വെല്ലുവിളി നിറഞ്ഞ പ്രസംഗമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെ
നിങ്ങളാണ് കുഴപ്പം ചെയ്തത് എന്ന് കാണിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു. മറുവശത്ത് നിങ്ങൾ പറയുന്ന വാദം മാത്രമേ ഉള്ളൂ. അതൊന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാം. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യം കോളേജ് മാനേജ്മെൻറ്റ് തന്നെ പുറത്തു വിട്ടിട്ടുള്ള അവരുടെ CCTV ഫുട്ടേജാണ്. എന്നെ സംബന്ധിച്ചൊരു ക്യാമ്പസിനകത്ത് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പോകുമ്പോൾ ക്യാമറയുമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ച് പോകുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. ആ നിലയ്ക്ക് അത്തരത്തിലൊരു ശ്രദ്ധ പുലർത്തേണ്ടുന്നൊരു കാലഘട്ടമാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് ഇതുവരെ തയ്യാറായിട്ടുള്ള ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആവശ്യം വരുന്നൊരു കാലഘട്ടമാണ്. ഈ പുറത്ത് വിട്ടിട്ടുള്ള കോളേജ് മാനേജ്മെൻറ്റ് പുറത്തു വിട്ടിട്ടുള്ള വിഷ്വൽ സംഭവിക്കുന്നതിൻ്റെ 10-15 മിനിറ്റ് മുൻപാണ് ഈ നിലയിൽ വിദ്യാർത്ഥി ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളും ആ ക്യാമ്പസിലെ തന്നെ CCTV ഫുട്ടേജ് ഞങ്ങൾ ഈ പറഞ്ഞ സമയത്ത് 15 മിനിറ്റ് മുൻപ് തൊട്ടുള്ള CCTV ഫുട്ടേജ് പുറത്തേക്ക് വിടാൻ വേണ്ടി അധ്യാപകർ ആ ക്യാമ്പസിലെ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരും വസ്തുത പുറത്തറിയും എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ദൃശ്യം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുക എന്നുള്ളതാണ് സാധ്യമാവുക. സ്വാഭാവികമായും മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു നെഗറ്റീവായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ എന്ന വസ്തുത നിലനിൽക്കുന്നു. ഇതിൻ്റെ തുടർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയമുണ്ടായി ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയിലാണ് ആ ക്യാമ്പസിനകത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിനകത്ത് SFIയുടെ ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ സ്മൃതി ഉദ്ധരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും കൂടെയുള്ള സഹപ്രവർത്തകൻ ഈ നിലയ്ക്ക് പരിക്കേറ്റ് നിൽക്കുന്ന ഘട്ടത്തിൽ വൈകാരികതയുടെ പുറത്തുണ്ടായ ചില പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. നല്ല ജാഗ്രത, പ്രത്യേകിച്ച് ഈ നിലയിലുള്ള ഓരോ പദപ്രയോഗങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത, ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത പദപ്രയോഗങ്ങൾ ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സ്വാഭാവികമായി സംഘടനാപരമായി ആ വീഴ്ചയിൽ, ആ ജാഗ്രത കുറവിൽ ഞങ്ങൾ പരിശോധനയുണ്ടാകും. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഭീഷണിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പ്രിൻസിപ്പൽ പറയുന്നു ഈ പറഞ്ഞ ഈ 4 വർഷ ബിരുദം തുടങ്ങുന്ന ഘട്ടത്തിൽ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയുടെ പ്രസംഗം അത് ഓൺലൈനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തുടങ്ങുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ ആ സംവിധാനം എന്ന് പറഞ്ഞാൽ മന്ത്രി വിശദീകരിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഹെൽപ്പ് ഡെസ്കിനെ എന്തിന് പ്രിൻസിപ്പൽ തടയണം? എന്ത് പറഞ്ഞുകൊണ്ടാണ് തടയുന്നത്? ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ക്യാമ്പസിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഈ പറഞ്ഞ 5-6 വിദ്യാർത്ഥികളിൽ നിന്ന് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ ക്യാമ്പസിനകത്തും അഡ്മിഷൻ പ്രക്രിയയുടെ ഘട്ടത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഒരു പരിപാടിയും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നല്ല. ഈ പറഞ്ഞ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനത്തിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് വളരെ ചുരുക്കം 5-6 വിദ്യാർത്ഥികളായിരിക്കും അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകുക. അത് ഒരു നിലയ്ക്കുള്ള ഈ പറഞ്ഞ മന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പ്രദർശനത്തിന് തടസ്സമുണ്ടാകുന്ന നിലയിലൊന്നുമല്ല. ക്യാമ്പസിനകത്ത് ഒരു പ്രവർത്തനത്തിനും തടസ്സമുണ്ടാകുന്ന നിലയിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം പാടില്ല, സംഘടനാ പ്രവർത്തനം വേണ്ട എന്നുള്ള നിലപാട് കൃത്യമായി ഉള്ള വ്യക്തിയാണ് പ്രിൻസിപ്പൾ. ഒരു നിലയ്ക്കും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി പാടില്ല, വിദ്യാർത്ഥികൾ സംഘടിക്കാൻ വേണ്ടി പാടില്ല, ക്യാമ്പസ് യൂണിയൻ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ തെറ്റായ നിലയിൽ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കാത്ത നിലപാടാണ് കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് ഈ മേൽപ്പറഞ്ഞ പ്രിൻസിപ്പൾ. സ്വാഭാവികമായും ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ഉൾപ്പെടെ ക്യാമ്പസിനകത്തേക്ക് പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെ SFIയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമാകുമെന്നുള്ള നല്ല ബോധ്യം. കാരണം ഞങ്ങളുടെ ക്യാമ്പസിനകത്തേക്ക് ആദ്യം കടന്നു വരുന്ന വിദ്യാർത്ഥിക്കാണ് SFI ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രവർത്തനം അവിടെ നടക്കരുത് എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം അനുവദിക്കാൻ വേണ്ടി പാടില്ല, അത് നിർത്തിവെക്കണം എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ ക്യാമ്പസിൻ്റെതായ അല്ലെങ്കിൽ 4 വർഷ ബിരുദ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുന്ന നിലയിലോ അല്ലെങ്കിൽ ക്യാമ്പസിന് അഡ്മിഷൻ പ്രക്രിയയ്ക്ക് ഏതെങ്കിലും നിലയ്ക്ക് അലോസരം ഉണ്ടാക്കുന്ന വിധത്തിലോ ആയിരുന്നില്ല ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടന്നിരുന്നത്. അങ്ങനെയല്ല നടക്കാറുമുള്ളത്. ശ്രീ PM ആർഷോ, ഇതാദ്യമായിട്ടല്ല SFI പ്രിൻസിപ്പലിനോട് മോശമായി പെരുമാറുന്നതിൽ വാർത്തയുണ്ടാകുന്നതും അല്ലെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതുമൊക്കെ. നേരത്തെ റീത്ത് വെച്ച കാര്യം ഓർമ്മയുണ്ടാകുമല്ലോ. ഇപ്പോൾ ഈ പ്രിൻസിപ്പലിനെ ആക്രമിച്ചു എന്നുള്ളത് താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ആണെങ്കിൽ തന്നെ ആ CCTV ദൃശ്യങ്ങളിലെ കാര്യങ്ങൾ അവിടെ നടന്നതല്ലേ ശ്രീ PM ആർഷോ? അതിൽ പ്രിൻസിപ്പലിനെ ആക്രമിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അതിൽ കേസെടുക്കാതെ പോലീസ് ഒന്ന് മാറി നിന്നല്ലോ. SFIയുടെ പരാതിയിൽ മാത്രമാണല്ലോ ആദ്യം കേസ് കണ്ടത്. അവിടെ മാത്രമല്ല, കാര്യവട്ടത്തെ ഇടിമുറിയിൽ എന്താണ് സംഭവിച്ചത്?
സാൻജോസിനോട് എന്താണ് ചെയ്തത്? ഇടിമുറിയിലിട്ട് ചവിട്ടിക്കൂട്ടി അതിനോട് പ്രതിഷേധിക്കുമ്പോൾ അവരോടും അതിക്രമം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് SFIയെ അങ്ങ് കൈ അയച്ച് സഹായിക്കുകയാണല്ലോ ആർഷോ. അല്ല, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരാളുടെയും സഹായത്തോടു കൂടിയല്ല, ഈ പറഞ്ഞ പോലീസ് സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായത്തോടു കൂടിയല്ല ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെയും ആ ക്യാമ്പസിനകത്തുള്ള വിഷയത്തിലുണ്ടായിരുന്ന SFI പ്രവർത്തകർക്കെതിരെയും കൃത്യമായിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് പിടിച്ച് ഇങ്ങനെ ഉന്തിയിടുന്നത് അതൊക്കെ ആ ദൃശ്യങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് കേസെടുത്തത് എപ്പോഴാണ്? അപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടുമെന്നുള്ളൊരു അഹന്തയുണ്ടോ SFIക്ക്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ എതിരെ കൈപിടിച്ചു തിരിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൈപിടിച്ച് തിരിച്ചുവെന്നാണ് പരാതി. ഉന്തുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടത്. കൈപിടിച്ച് തിരിച്ചുവെന്നാണ് പരാതി. അതെ, കൈപിടിച്ച് തിരിക്കുന്നതോ ഈ പറഞ്ഞവർക്ക് തല്ലുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പരാതി ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വിദ്യാർത്ഥിയുടെ ചെവിയടിച്ച് പൊട്ടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തി നിലവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെയും പരാതിക്കകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പരാതിക്കകത്തും അങ്ങനെ പലതും ഉണ്ടാകുമായിരിക്കും. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസെടുത്ത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് വിഷയമുണ്ടായാലും എങ്ങനെ അടി കൊണ്ടു കഴിഞ്ഞാലും തിരിച്ചടിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ പറഞ്ഞ പോലെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉന്തുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റായിപ്പോയി എന്നുള്ളത് തന്നെയാണല്ലോ ഞങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുണ്ടാവരുത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ ഈ എവിടെയോ റീത്ത് വെച്ചതിൻ്റെ സംഭവം പറഞ്ഞു. അങ്ങനെ റീത്ത് വെച്ചതിൻ്റെ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. രണ്ട് കാര്യവട്ടം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ക്യാമ്പസിനകത്ത് SFIയുടെ ഇടിമുറി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്നലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുജയ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാര്യവട്ടം ഉൾപ്പെടെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന SFIയുടെ ഇടിമുറികളുണ്ട് എന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്യാമ്പസുകൾക്കകത്തേക്കൊക്കെ നിങ്ങൾ കടന്നു വരാൻ വേണ്ടി തയ്യാറാകണമെന്ന്. അങ്ങനെയുള്ള ഇടിമുറികൾ ഉണ്ടെങ്കിൽ ആ ഇടിമുറി നമുക്ക് പൊളിക്കണം. അങ്ങനെയുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല, പ്രത്യേകിച്ച് കാര്യവട്ടം ക്യാമ്പസിനകത്തും ഇല്ല. ആ ക്യാമ്പസിനകത്ത് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യം SFIയെയും അല്ല ആക്രമിക്കുന്നത്, ആ ക്യാമ്പസിനകത്തെ സെക്യൂരിറ്റിയാണ് ആദ്യം ആക്രമിക്കുന്നത്. അത് കണ്ടങ്ങോട്ട് ചെന്ന SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറി സാൻജോനെ ആക്രമിക്കും. സാൻജോയുടെ വർഷങ്ങളായി ആ ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് സാൻജോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 2ാമത്തെ PG ആണ് കാര്യവട്ടം ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കും. ഇക്കാലം അത്രയും അവിടെ KSUവിന് സംഘടനാ സംവിധാനം ഇല്ലാത്ത രണ്ടാമതൊരു PG പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ SFIയുടെ നേതാക്കളാണോ ശ്രീ PM ആർഷോ പറയുന്നത്? അതേ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളാണ് ഞാൻ. അന്ന് എനിക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പഠിച്ചത് 4ാമത്തെ PG ആണ് ആർഷോ. മാഡം ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞതേ. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തെറ്റാണെന്ന് നിങ്ങൾ എന്തിനാ ധരിക്കാൻ വേണ്ടി പോയത്? അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വർഷങ്ങളായി ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും ഒരു അക്രമമോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും മോശപ്പെട്ട ഇടപെടലോ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ ക്യാമ്പസ് ഉൾപ്പെടെ ഞാൻ പറയട്ടെ, ഈ കാര്യവട്ടം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ അക്കാദമിക വർഷത്തിന്റെ ആരംഭവും ബന്ധപ്പെട്ട് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോളേജും മാത്രമേ വരൂ. SFIയെ ആക്രമിക്കാൻ എല്ലാവരും കൂടി കരുതി കൂട്ടി ഇങ്ങനെ സംഘമായി വരികയാണ് എന്ന രൂപത്തിലാണോ താങ്കൾ അത് പറയുന്നത്? നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ആർഷോ നേതൃത്വത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ, ഈ റീത്ത് വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ പാലക്കാട്. അതുപോലെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കസേര എടുത്ത് കത്തിക്കുകയായിരുന്നു. ഇതൊക്കെ പ്രതീകാത്മകമായി ചെയ്യുന്നു എന്ന രീതിയിൽ ചില CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പിന്നീട് അതിന് വ്യാഖ്യാനം ചമയ്ക്കുന്നത് കണ്ടു. ഇന്നലത്തെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടേക്ക് പ്രതിഷേധം, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടന്നല്ലോ. അവിടെ വെച്ചും SFIയും KSUവും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? 2 MLAമാരെ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. M വിൻസെന്റിനും ചാണ്ടി ഉമ്മനും പരിക്കേൽക്കുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് പോയില്ലേ? ഈ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം പിഴവ് പറ്റിയപ്പോൾ താങ്കൾ ആദ്യത്തെ കേസിൽ പറഞ്ഞു ആ പിഴവ് ശരിയല്ല, ആ പ്രസംഗം ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊരു തിരുത്തൽ ഈ പറച്ചിലല്ലാതെ അതിലപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ? എത്ര കേസുകളായി? ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണം പോലും ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ കേസല്ലേ? ASF പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. SFI അല്ലാതെ ഒരു സംഘടനയും പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു സമീപനം നിങ്ങൾ എടുക്കുന്നതാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്?
ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമീപനവുമില്ല. ഒരു ക്യാമ്പസിനകത്തും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ ആളല്ല. ഒരു ഘട്ടത്തിലും അവർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് പറയാനോ നിങ്ങൾ പ്രവർത്തിക്കേണ്ട എന്ന് പറയാനോ ഞങ്ങൾ ആളല്ല. അതാത് വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇനി തിരുത്താൻ വേണ്ടി തയ്യാറാകുന്നതിനെ സംബന്ധിച്ച് പിഴവ് സംഭവിച്ചാൽ അത് അഡ്മിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചാൽ അഡ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടിയും അത് തിരുത്താൻ വേണ്ടിയും തയ്യാറായിട്ടില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്നാൽ ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ മുകളിൽ അങ്ങ് സ്ഥാപിക്കാനും ചാർത്താനും വരുമ്പോൾ സ്വാഭാവികമായും അത് അങ്ങനെയല്ല എന്ന് പറയും ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പറയണ്ടല്ലോ, വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിച്ചു. ഏത് SFI-കാരൻ? ഒരു SFI-കാരൻ അങ്ങനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ വിവരമുണ്ട്? ഒരു SFI-കാരനും ആക്രമിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഈ ദിവസങ്ങളിൽ ഞാൻ നേരെ സൂചിപ്പിച്ചു, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ, കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ വിവിധ ക്യാമ്പസുകളിൽ ഈ ദിവസങ്ങളിൽ ബോധപൂർവ്വം SFI പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് വിധേനയും അടിച്ച് എങ്ങനെയും തിരിച്ചടി ലഭിക്കുന്ന ഘട്ടത്തിൽ അത് പർവ്വതീകരിച്ച് വാർത്തയാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായിട്ട് ബോധപൂർവ്വം ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യവട്ടത്ത് നടന്നതും അത് തന്നെയാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് എന്താ കാര്യവട്ടം ക്യാമ്പസിനകത്ത് കാര്യം? ഒരൊറ്റ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തിരുവനന്തപുരം നഗരത്തിലുള്ള മുഴുവൻ ക്യാമ്പസിനകത്തും കയറി KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ SFIയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുന്നു, ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ഫ്ലാഷ് ന്യൂസിലൂടെയെങ്കിലും പൊതുസമൂഹത്തെ അത് അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ രാവിലെ മാധ്യമങ്ങളെ കണ്ട് ഞങ്ങളുടെ വേഷം പറഞ്ഞു. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകപക്ഷീയമായി വാർത്ത കൊടുക്കുമ്പോൾ, ഏകപക്ഷീയമായി ഞങ്ങളെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ട്. ആ വിമർശനം ഞങ്ങൾ ഉയർത്തുമ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടായാലും ആ പോരായ്മ അംഗീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിക്ടോറിയ കോളേജിൽ SFI കുഴിമാടമൊരുക്കി എന്ന് പറഞ്ഞ് വലിയ പ്രചരണം കൊടുത്തു. അതിന്റെ കേസ് നടന്നു, കേസ് പൂർത്തീകരിക്കപ്പെട്ടു. ഈ പറഞ്ഞ മുഴുവൻ ആളുകൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു. പോട്ടെ, അതും അവിടെ നിൽക്കട്ടെ. അപ്പൊ സിദ്ധാർത്ഥിന്റെ വിഷയം സൂചിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ വല്ലാതെ ചർച്ച ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ SFI-കാരെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ തുടർച്ചയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് CBI അന്വേഷണം നടന്നു. CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. നിങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ആ അന്വേഷണ റിപ്പോർട്ട് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ആ അന്വേഷണ റിപ്പോർട്ട് CBI അന്വേഷണമാണല്ലോ. CBI കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇത് എന്താ പറയുക, ഏകപക്ഷീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആ ഇടപെടലിനോട് വിമർശനമുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 3-4 SFI-കാരുണ്ടായിരുന്നു. അവരെ മാറ്റി നിർത്താൻ വേണ്ടി, പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടില്ലേ? എന്നാൽ അതിന്റെ തുടർച്ചയിൽ ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ എന്തായിരുന്നു അവിടെ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച CBI-യുടെ കണ്ടെത്തലുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല? ശരി, ശ്രീ ആർഷോ, ഇപ്പോൾ ഈ SFIക്ക് ഈ കേരളത്തിലെ കോളേജുകളുടെ ക്യാമ്പസുകളിൽ ഒരു നിയന്ത്രണാധികാരമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണല്ലോ. അപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ അതിൻ്റെ ഒരു നിയന്ത്രണാധികാരത്തിലേക്ക് SFI വരുന്നൊരു കാഴ്ച വിവിധ സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ താങ്കളോട് പറയട്ടെ, ഈ ഗുരുദേവ കോളേജിൽ KSU ആണ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക, വെറുതെ വിചാരിക്കുക. നിങ്ങളത് പ്രവർത്തിക്കാൻ സമ്മതിക്കുമോ? എന്താണ് പിന്നെ SFIക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത? ഇപ്പോൾ സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത്, ഈ ഹെൽപ്പ് ഡെസ്കിലെ ആളുകളോട് വന്നിട്ട് അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളിവിടെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തറിവുണ്ട്? അതേക്കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ വന്ന് കുട്ടികളിൽ നിന്ന് പേഴ്സണൽ ഡേറ്റ സ്വരൂപിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക്, നിങ്ങളുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ അർത്ഥത്തിൽ അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിരുന്നു. അത് തടസ്സപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിലയ്ക്കാണ് ഹെൽപ്പ് ഡെസ്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദ്യം, ഈ പറയുന്ന ഈ ക്യാമ്പസുകളുടെ ഒരു നിയന്ത്രണാധികാരവും എന്ന് പറയുന്നത് SFIയുടെ ചുമതലയല്ല എന്ന് മാത്രമല്ല, ആർഷോയ്ക്ക് അറിയാമല്ലോ, ഈ വടക്കൻ കേരളത്തിലെ പല കോളേജുകളും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ യൂണിയനുകളല്ല ഇപ്പോൾ വടക്കൻ മേഖലയിലെ കോളേജുകളിൽ ആധിപത്യത്തിലുള്ളത് അല്ലെങ്കിൽ അധികാരത്തിലുള്ളത്. അപ്പം നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹം തന്നെ നിങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അത് തെറ്റായിട്ടുള്ള നിരീക്ഷണമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഞങ്ങൾക്ക് ഇതിനകത്ത് മറ്റ് ക്യാമ്പസിനകത്ത് മറ്റൊരു അധികാരമില്ല.
ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരമാവധി ഞങ്ങളെ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താറ് കോളേജ് യൂണിയനുകളിൽ ആ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അമിതാധികാരവും ഒരു ക്യാമ്പസിനകത്തും ഞങ്ങൾക്കില്ല. ഇപ്പോൾ നേരത്തെ ഗുരുദേവ കോളേജിൽ KSU ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്തിയാൽ നിങ്ങൾ അംഗീകരിക്കൂ എന്നുള്ള ചോദ്യം ജനിക്കുന്നു. ആ ചോദ്യം തന്നെ നിങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പൊതുബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യമാണ്. അവിടെ KSUവിൻ്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങളാരാണ്? ഇനിയിപ്പോൾ KSU സംഘടനാ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടെന്നേ. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ആവർത്തിച്ച് പറയാറുള്ള SFI ആധിപത്യമുള്ള ഗുണ്ടാ കേന്ദ്രമാണ് മഹാരാജാസ് എന്ന് പറയാനുള്ള ക്യാമ്പസിനകത്ത് ഞാൻ പഠിക്കുന്നത്. ആ ക്യാമ്പസിനകത്തേക്ക് നിങ്ങൾക്ക് ഈ ആഴ്ചകളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ SFIയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം കാണാം, KSUവിന്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം കാണാം, MSFന്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം കാണാം. ക്യാമ്പസിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി കഴിയും. നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷ്യം, അത് വസ്തുതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ നിലയ്ക്കൊക്കെ തന്നെ പറയുള്ളൂ. ഈ നിലയ്ക്ക് എല്ലാ സംഘടനകളും അവർ പ്രവർത്തിക്കുന്ന ക്യാമ്പസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ഉൾപ്പെടെയുള്ളവ നടത്താറുണ്ട്. ഇപ്പോൾ KSUക്കും MSFനും മാത്രമല്ലല്ലോ പരാതി. ഇടത് സംഘടനയായ ASFും നിങ്ങൾക്കെതിരെ പരാതി പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, SFI മാത്രം മതി എന്നൊരു നിലപാട് SFI എടുക്കുന്നതെന്ന്. ഇപ്പോൾ നോക്കൂ, CPM തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സമിതിയിൽ ആർഷോക്കെതിരെ തന്നെ വിമർശനം വന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥൻ കേസിലടക്കം ആർഷോയുടെ നിലപാട് തിരിച്ചടിയായി. SFIയിൽ വലിയ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്ന് CPM സംസ്ഥാന സമിതിയിൽ മേഖലായോഗങ്ങളിലടക്കം അത്തരം ചർച്ചകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആർഷോ സെക്രട്ടറി ആയ ശേഷമാണ് പല കോളേജുകളിലും പല കോട്ടകളിലും ഭരണം നഷ്ടമായിരിക്കുന്നത് എന്നൊരു വിമർശനം കൂടിയുണ്ട്. രണ്ടും ചേർത്തൊന്ന് മറുപടി പറയാമോ? ഈ പറഞ്ഞ പോലെ ഞാൻ CPIഎമ്മിൻ്റെ ഒരു പാർട്ടി അംഗം മാത്രമാണ്. സംസ്ഥാന കമ്മിറ്റിക്കകത്ത് നടന്നിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചൊന്നും എനിക്ക് വരല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളല്ലാതെ മറ്റൊന്നും ഞാനും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നേരത്തെ ഉണ്ണിസാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ ചില ക്യാമ്പസുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചില ക്യാമ്പസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഇടങ്ങളിൽ അത് എന്ത് കാരണത്തിൻ്റെ പുറത്ത് എന്ന് കൃത്യമായി പരിശോധന നടത്തി അതിൽ തിരുത്തൽ വരുത്തി, എവിടെയെങ്കിലും പോരായ്മ ഉണ്ടായാൽ അതിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവമുള്ള സംഘടനയാണ് SFI. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ കേരളം മുഴുവൻ SFIയെ കൈവിട്ടു എന്നൊക്കെയുള്ള തോന്നലോ ഭാഷയോ എന്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ 2 ദിവസത്തിനപ്പുറം ഇപ്പോൾ ഇന്ന് 3-ാം തീയതി 6-ാം തീയതി കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾക്ക് തൊട്ട് മുൻപ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതേ കണ്ണൂർ സർവകലാശാലയിൽ ആഴ്ചകൾക്ക് മുൻപ് സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ റിപ്പോർട്ടർ അർജുൻ കല്യാട്ട് ഈ പറഞ്ഞ പോലെ ക്യാമ്പസിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അർജുനോട് വളരെ വ്യക്തിപരമായിട്ട് ചോദിച്ചു, അർജുനെ ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവിടെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം വലിയ MSFന് വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീതിയൊക്കെ നിലനിന്നിരുന്നൊരു ഘട്ടമായിരുന്നു. റിസൾട്ട് വന്നു, SFI വിജയിച്ചു എന്നുള്ള വാർത്തകൾ വരുന്ന ഘട്ടമാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലും തയ്യാറാവാതെ റിപ്പോർട്ടർ അവിടെ നിന്ന് പോകുന്ന അനുഭവം ഞങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ വെറ്റിനറി സർവകലാശാലയാണെങ്കിലും ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നതിനോടൊപ്പം നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ ആരോഗ്യ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് നഷ്ടമായി. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ ഇപ്പുറത്ത് KSUവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഫാർമസി കോളേജ് കോട്ടയം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് KSUവിൻ്റെ കയ്യിൽ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. അതൊന്നും എവിടെയും ചർച്ചയാക്കുന്നതിന് വേണ്ടി വാർത്തയാക്കുന്നുണ്ട്. ഇപ്പോൾ 55 ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 44 അടുത്ത് ഞങ്ങൾ ജയിച്ചു, 7 അടുത്ത KSU ജയിച്ചത്. അപ്പോൾ KSU വലിയ ആധിപത്യം ഉണ്ടാവും. KSU വലിയ മുന്നോട്ട് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 7-ൽ കൂടുതൽ ക്യാമ്പസ് അവരുണ്ടായിരുന്നു, അവർ പുറകോട്ട് പോകുകയുണ്ടായത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. എന്താ പറയാ, SFI ആകെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കടപുഴകി പോയി എന്നൊരു അഭിപ്രായമൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ എന്താ പറയുക ഏറെക്കാലമായി ആധിപത്യമുണ്ടായിരുന്ന ചില ക്യാമ്പസുകളിൽ SFIക്ക് നഷ്ടമാകുന്നു. KSU MSF സഖ്യം വലിയ വിജയം നേടുന്നു. അത് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ചിലപ്പം കോട്ടയത്തുനിന്നൊരു കോളേജ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു കോളേജ് പിടിക്കുന്നു എന്ന് പറയുന്നത് പോലല്ല ചില പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകളിലൊക്കെ വളരെ ശക്തമായി നിന്നിട്ടുള്ള പാർട്ടിയാണല്ലോ SFI, ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടെയൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥൻ മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുന്ന കാര്യങ്ങൾ
അത് ഒരു എന്താ പറയുക ഒരു സ്വയം വിമർശനപരമായൊക്കെ വിലയിരുത്തേണ്ടതില്ലേ ആർഷോ? ഞാൻ പറയുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു സ്മൃതിയുടെ ഒരു ചോദ്യത്തിന് താങ്കൾ പാർട്ടി മെമ്പർ മാത്രമാണ്, സംസ്ഥാന സമിതിയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നറിയില്ല എന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി പാർട്ടിയുടെ മാത്രമല്ല മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം എല്ലാ സംഘടനകളും ഒരു ഇംപ്രഷൻ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് SFIയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണം അടക്കമുള്ള പ്രശ്നങ്ങളിനകത്ത് ഒരു നെഗറ്റീവായ വികാരം ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ. അപ്പം നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി താങ്കൾ ഈ പ്രസ് കോൺഫറൻസിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു ഒരു വിദ്യാർത്ഥി നടത്തിയ പ്രസംഗം അത് അങ്ങേയറ്റം അപലപനീയമാണ്, അത് അനുവദിക്കാൻ കഴിയാത്തതാണ്, അത്തരം വാക്കുകൾ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ശ്രദ്ധ എല്ലാ കാര്യങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കകത്തും ഉണ്ടാകും. ഞങ്ങൾ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഞങ്ങൾ വരുത്തും. ഇപ്പോൾ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല, എന്തുകൊണ്ട് CBI റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത്. ഈ പറഞ്ഞ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലയ്ക്കൊരു പ്രതീതി ഇവിടെ ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ SFI കൊന്നു എന്ന നിലയിലേക്ക് ഒരു ഭാഷ്യം ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്ന ആളുകൾ തിരിച്ചു വിളിച്ച് ക്യാമ്പസിലേക്ക് വരുത്തുന്നത് SFI അല്ല, സിദ്ധാർത്ഥിനെ അടിക്കുന്നത് SFI പ്രവർത്തകരല്ല. അവിടെ SFI പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയം ഇന്നതാണ് എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ അവരും തല്ലിയിട്ടുണ്ട്. അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയത്. സിദ്ധാർത്ഥിനെ ഈ പറഞ്ഞ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? അല്ല, വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലേ അല്ല എന്നുള്ളത്. എന്ത് കാരണത്തിന് പുറത്താ സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ സിദ്ധാർത്ഥിനെ തല്ലിയത് എന്നുള്ള ഉൾപ്പെടെ നിങ്ങൾക്കിടയിലെ മാത്രം തിരുത്തലാകാതെ സമൂഹത്തിനു കൂടി ബോധ്യമാകുന്ന തിരുത്തലുകളായാൽ സംഘടനയ്ക്കും അതാകും നല്ലത്. വളരെ നന്ദി ആർഷോ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് നമ്മോടൊപ്പം അരമണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനിയിപ്പോൾ ഡിബേറ്റ് വിത്ത് താങ്ക് യു ആർഷോ. Thank you, Arsho.